ഹലോ ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൂവി മെലൺ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു മുൻപേ എപ്പിസോഡിൻ്റെ ആദ്യം മനുവിൻ്റെ അനിയൻ വന്നിട്ട് അലീനയുടെ കഥകിൽ മുട്ടുന്നതാണ്. അലീന അത് കേൾക്കാത്ത ഭാഗത്തിൽ കിടന്നുറങ്ങും. കുറേ തട്ടി വിളിച്ചിട്ടൊന്നും അലീന എഴുന്നേൽക്കില്ല. പിറ്റേന്ന് രാവിലെ അലീന ടേബിൾ ക്ലീൻ ആക്കുമ്പോൾ മനുവിൻ്റെ അനിയൻ വന്ന് ചോദിക്കും, എന്താ ഞാൻ ഇന്നലെ രാത്രി കുറേ ഡോർ വന്ന് മുട്ടിയാലോ, നീ എന്താ തുടങ്ങാഞ്ഞത്, നീ ഉറക്കമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനൊന്നും സംസാരിക്കില്ല. എന്തായാലും എനിക്ക് ചെവി കേൾക്കുന്നില്ല, നീ എന്താ ഡോറ് തുറക്കാനെന്നോ എന്ന് പറഞ്ഞപ്പോൾ അലീന പറയും, ഒന്ന് മാറി നിൽക്കുമെന്ന് പറയും, വേറെ ഒന്നും പറയില്ല. ആ സമയത്ത് അവൻ പറയും, എൻ്റെ റൂമൊന്ന് ക്ലീൻ ആക്കണം, നീ ഒന്ന് അങ്ങോട്ട് വാ എന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. അങ്ങനെ ടേബിൾ ക്ലീനാക്കി അവൻ്റെ മുറിയിലേക്ക് ചെന്ന് ക്ലീനാക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവൻ ഡോറ് ലോക്ക് ചെയ്തിട്ട് അലീനയെ വന്ന് പിടിക്കും. അപ്പോൾ അലീന പറയും, കൈ എടുക്കുക എന്ന് പറയും. ഞാനിത് എത്ര കണ്ടിട്ടുണ്ട്, എത്ര ജോലിക്കാരികൾ ഇവിടെ വന്ന് പോയിട്ടുണ്ട്, ഇനി അധികം ഓവറാവണ്ട എന്ന് പറയും. അപ്പോൾ അലീന പറയും, നീ എന്താ ഇങ്ങനെ, ആ മനുവേട്ടന് അനിയനല്ലേ, മനുവേട്ടൻ എന്തൊരു ഡീസൻ്റായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത്, കൈതക്കൽ തറവാടിൻ്റെ പേര് നീ നശിപ്പിക്കൂ എന്നൊക്കെ പറയും. നീ ജോലി എടുക്കാൻ വന്നാൽ ജോലി എടുക്കല്ല, വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട എന്ന് അവൻ പറയും. നിനക്കെന്താ പണമാണോ വേണ്ടത് എന്ന് പറഞ്ഞ് കുറച്ച് പൈസ എടുത്ത് അവൾക്ക് കൊടുക്കും. ഇത് 5000 രൂപയുണ്ട്, നീ എടുത്തോ. അവൾ വാങ്ങില്ല. നിനക്കെന്താ ഗോൾഡ് വേണോ എന്ന് ചോദിക്കും. അപ്പോൾ അതിനെ പറഞ്ഞ്, നീ അതെടുത്തോ, നീ വിചാരിക്കുന്നൊരു പെണ്ണല്ല ഞാൻ എന്ന് പറയും. അപ്പോൾ അവിടെ വെച്ച് അവൾ കുറേ വഴക്ക് പറയും. അങ്ങനെ അവൻ പറയും, ഇറങ്ങിപ്പോടി റൂമിൽ നിന്ന് എന്ന് പറയും. അലീന ആ റൂമിൽ നിന്നും പുറത്തു പോകും. ആ സമയത്ത് ഇവിടെ ബാലേന്ദ്രൻ്റെ വീട്ടിൽ വൈജയന്തി വിളിക്കും. ബാലേന്ദ്ര, പിന്നെ ഇന്ന് കൈതക്കൽക്ക് പോകണ്ടേ, നാളെ ശിവേട്ടൻ പോവാണ് ഗൾഫിലേക്ക് എന്ന് പറയും. നീ പോയിക്കോ, മക്കളെ കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിക്കും. മക്കൾക്ക് ട്യൂഷനാണ് എന്ന് പറയും. ഓക്കെ ശരി, എന്നാൽ നീ പോയിക്കോ എന്ന് പറയും. ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയും. അങ്ങനെ പിന്നെ കാണിക്കുന്ന മുത്തശ്ശി പറയും അലീനയോട്, എൻ്റെ കയ്യിൽ കുഴമ്പൊന്നിട്ട് തടവി തരും മോളെ, ഇന്ന് എൻ്റെ മകൾ വരും. അലീന ചോദിക്കും, മോളോ എന്ന്. വൈജമോൾ ഇന്ന് വരും. ഇനി നാളെ മുതൽ നമ്മൾ കളപ്പാട്ടൂരാണ് താമസിക്കാൻ പോണത്. എൻ്റെ മോൻ ശിവൻ നാളെ ഗൾഫിലേക്ക് പോകണം, അതിനാണ് വൈജമോൾ ഇന്ന് വരുന്നത് എന്ന് പറയും. അങ്ങനെ കുറേ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി, അമ്മയെ ഇന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട്. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കും മുത്തശ്ശി. ഒന്നുമില്ല എന്ന് പറയും. അപ്പോഴവൻ കാറിൻ്റെ ഹോർണടി കേൾക്കും. അലീന മോളെ, അതെൻ്റെ വൈജമോളാണ് വന്നിരിക്കുന്നത്, ഹോർണടി കേട്ട് എന്ന് പറയും. അലീന ഓടിച്ചെന്ന് നോക്കുമ്പോൾ വൈജയന്തി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് ജനവാതിൻ്റെ ഇടയിൽ കൂടി അവൾ കാണുന്നുണ്ട്. പിന്നെ ശിവേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ശിവേട്ട നാളെയല്ലേ പോകുന്നത്, ബാലനെവിടെ, ബാലത്തിന് കുറച്ച് കഴിഞ്ഞവർ മക്കൾ വന്നിട്ടില്ല, മക്കൾക്ക് ട്യൂഷനും ക്ലാസ്സും ഒക്കെ ആയതുകൊണ്ട് മക്കളെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയും. കമലേച്ചിയുടെ അവളതാ കിച്ചണിൽ എന്തൊക്കെ വർക്കും പൊരിക്കുകയൊക്കെ ചെയ്യണം, എനിക്ക് കൊണ്ടുപോകാനുള്ളത്. ആ സമയത്ത് കമല വരും. കമലനോട് പറയും വൈജയന്തി, എനിക്കും കൂടി നീക്കി വെക്കണ ചേച്ചീന്ന് എന്ന് പറയും. അല്ല, എന്തിനാ ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നു. ഇതെല്ലാം അലീന മാറി നിന്നിങ്ങനെ കാണുന്നുണ്ടാവും. അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടാവും. അമ്മയെ കണ്ട സങ്കടത്തിൽ കരഞ്ഞ് മാറി നിൽക്കുമോ. നീ എന്തിനാ ചേച്ചി ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന, ഇവിടെ ജോലിക്കാരില്ലേ, അവളെ കൂട്ടിയിട്ട് എടുത്താൽ പോരെ എന്ന് പറയും. ജോലിക്കാരിയുടെ കാര്യമൊന്നും പറയണ്ട, അവളൊന്ന് കിച്ചണിലേക്ക് വന്നാൽ അപ്പം നിൻ്റെ അമ്മ വിളിക്കും, അലീന കുഞ്ഞായെ നീ എവിടെയാ, ഇങ്ങോട്ട് വാ എന്ന് പറയുന്നത്. ഒന്ന് കിച്ചണിലേക്ക് വന്നാൽ അപ്പോൾ തന്നെ അമ്മ വിളിച്ച് വരുത്തും അവളെ റൂമിലേക്ക്. അവളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ തന്നെ ചെയ്യണം എല്ലാ കാര്യവും എന്ന് പറഞ്ഞ് കമലേച്ചി പറയും. അത് കേട്ട് വൈജയന്തി എങ്ങനെ നിൽക്കുമ്പോൾ അലീന അമ്മയെ നോക്കി മാറി നിന്ന് കരയുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മഴതോരും മുൻപേടെ നാളത്തെ എപ്പിസോഡുമായി നാളെ വരാം. ഓക്കെ, ബൈ.